ഹലോ ഗൈസ്, വെൽക്കം ടു സൗത്ത് ടെയിൽസ്. ഞങ്ങളിന്ന് കൊടൈക്കനാൽ പോവുക. ബാംഗ്ലൂർ ടു കൊടൈക്കനാൽ ഡയറക്റ്റ് ബസ് ഉണ്ട്. സോ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ഒരു 7 to 8 hours ജേർണി. ബസ് 11 മണിക്കാണ്. മണി ഇപ്പം 9:45, 10 സോ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ തൊട്ട് മുന്നേ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. കൊടൈക്കനാൽ 3 days പ്ലാൻ ആണ്. സോ 3 ദിവസവും വ്ളോഗ് എടുത്തിട്ട് പാർട്ടായിട്ട് ഇടണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. But yeah, let's see. So as I said, this vlog will be mostly about my Kodaikanal trip. So welcome to my Kodaikanal vlog. ഞങ്ങളൊരു 10:30-10:45 ആയപ്പം ബസ് സ്റ്റോപ്പിലെത്തി. പക്ഷേ ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ബസ് ലേറ്റായിരുന്നു. അല്ലെങ്കിലും നമ്മൾ നേരത്തെ വരുമ്പം ബസ് ലേറ്റാവും, അല്ലെങ്കിൽ ബസ് കറക്റ്റ് സമയത്ത് വരുമ്പം നമ്മൾ ലേറ്റ് ആവുമല്ലോ. അങ്ങനെ ഒരു 11:30-11:45 ആയപ്പോഴാണ് നമ്മുടെ ബസ് വന്നത്. നമ്മൾ ബുക്ക് ചെയ്ത ബസ് ഗ്രീൻ ലൈൻ ആയിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അകത്ത് ഫുൾ ഒരു പച്ച മയമായിരുന്നു. ഞാൻ ബസ്സിൽ കയറി ഉടനെ കിടന്നു ഉറങ്ങി. പിന്നെ എഴുന്നേറ്റത് രാവിലെയാണ്. ഞങ്ങൾ കൊടൈക്കനാൽ എത്തിയപ്പം 10:30 ശരിക്കും 7 മണിക്ക് എത്തേണ്ടതായിരുന്നു. ബസ് ലേറ്റായി. ഇറങ്ങിയത് ഞങ്ങൾക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര തണുപ്പും ഫുൾ ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന അത്രയും പോലും വിസിബിൾ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കണ്ട ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ കയറി. നോൺ വെജ് റെസ്റ്റോറൻ്റ് ആയിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഓർഡർ ചെയ്തത് ദോശയും ഇഡ്ഡലിയൊക്കെയാണ്. കൊടൈക്കനാലിൽ ഓട്ടോ ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഇന്നായിരുന്നു അറിഞ്ഞ്. മേ ബി അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. പക്ഷെ ഞാൻ ശരിക്കും ഇന്നാട്ടോ അറിഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ ക്യാബ് എടുത്തിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്തിലോട്ട് പോയത്. ഒരു 3.5 to 4 kilometers ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തി. ഇതാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്ത പ്ലേസ്. ഗൈസ്, അപ്പം ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ബുക്ക് ചെയ്തേക്കണേ, ഗ്ലെൻ മിസ്റ്റ് ഹൗസ്. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് 10-12 പേരുണ്ട്. അപ്പം അങ്ങനെ ബുക്ക് ചെയ്തതാ. ബട്ട് ഒന്നും കണ്ടുകൂടാ, അത്രയും ഫോഗും തണുപ്പുമാണ് ഇവിടെ. ഐ വിൽ ഷോ യു ദ ഇൻസൈഡ് ഓൾസോ. സോ ഇതാണ് ഹാൾ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇവിടെ താഴെ തന്നെ കിച്ചണും ഉണ്ട്, 2 bedrooms ഉണ്ട്. ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നേ, അതുകൊണ്ട് ക്ലീനിങ് ഒക്കെ ഇപ്പം നടക്കുന്നേ ഉള്ളൂ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാൽക്കണിയാണ്. മേളിൽ 3 റൂമാണുള്ളത്. ഞങ്ങളും എടുത്തത് മേലത്തെ ഫ്ലോറിലെ റൂമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ക്ലീനിങ് നടക്കുന്നതേ ഉള്ളൂ. അതാ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞങ്ങളെടുത്തത് തൊട്ടടുത്ത റൂമാണ്. ഞാൻ ബാൽക്കണി കാണിച്ചിട്ട് റൂം കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി. ലിറ്ററലി ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് അവിടെ നിന്ന് മാറാനേ തോന്നിയില്ല. പക്ഷേ തണുപ്പ് അൺസൈക്കബിൾ ആയിരുന്നു. ഈ വീഡിയോ ഞാൻ കൈ വിരച്ചോണ്ടാണ് ആക്ച്വലി ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് തണുപ്പാണ്. ഹോപ്പ്ഫുള്ളി ഞാനൊന്ന് ഉറങ്ങി ഫ്രഷായി വരുമ്പോഴത്തേക്കും തണുപ്പ് ഇച്ചിരി കുറയുമെന്നാണ് ഞാൻ വിശ്വസിക്കണേ. നമുക്ക് നോക്കാം. ഞങ്ങളാണ് ആദ്യം വന്നതുകൊണ്ട് ഞങ്ങൾ റാൻഡംലി ഒരു റൂം എടുത്തു. മിക്കവാറും അവരെല്ലാവരും വരുമ്പം ഞങ്ങളെ പുറത്താക്കാൻ സാധ്യതയുണ്ട്. സോ ഈ റൂമിൽ 2 ബാൽക്കണിയൊക്കെ ഉണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു മിക്ക റൂംസിലും 2 ബാൽക്കണി ഉണ്ടെന്ന്. ഇതാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ട മറ്റേ ബാൽക്കണി. സോ ഇങ്ങനെയും കൂടെ പോയി അപ്പുറത്തെ ബാൽക്കണിയിലെത്താം. പിന്നെ ഞാനൊരു സീക്രട്ട് വഴി കണ്ടുപിടിച്ചു ഗൈസ്. ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്
ഇവിടെ 3 ഫ്ലോർ ഉണ്ട് എന്നുള്ളത്. ഇത് മേളിൽ സെയിം 2-3 റൂംസ് ഉണ്ട്. എനിക്കൊന്ന് ഇത് ലൈറ്റ് ഇടുമ്പം രാത്രി നല്ല ഭംഗിയായിരിക്കും എന്നുള്ളത്. സോ ഇതാണ് മേലെത്തുന്ന വ്യൂ. ഓക്കെ, ഇനി ഞാൻ ഫ്രഷായിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഉറങ്ങി ഫ്രഷായി റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത്ര നേരം പോസ്റ്റൊന്നും അല്ല, ഞാൻ ഇത്ര നേരം കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ ഇനിയിപ്പം അരമണിക്കൂറും കൂടെ ഉള്ളൂ അവരെത്താൻ വേണ്ടിയിട്ട്. വന്നിട്ട് ഒരുമിച്ച് ലഞ്ച് പോകാം എന്ന് തീരുമാനിച്ചു. ഇവിടെ 2 ചേച്ചിമാരുണ്ട് ഈ ഒരു വീട് നോക്കുന്ന, മെയിൻറ്റെയിൻ വീട്, വില്ല, റിസോർട്ട്, എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പം ഇവിടുത്തെ ചേച്ചിമാർ പറഞ്ഞു മാഗി ഉണ്ടാക്കി തരാമെന്ന്. സോ അങ്ങനെ ഞങ്ങൾ 2 മാഗിയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഫ്രണ്ട്സിന് അറിയത്തില്ല സുമൻ വരുന്ന കാര്യം. ലൈക്ക് ഞാൻ വരുന്നുണ്ടെന്ന് അവർക്കറിയാം, സുമൻ വരുന്നെന്നുള്ളത് അവർക്കറിയില്ല. ലൈക്ക് സുമൻ്റെ ഓഫീസിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ശരിക്കും. സോ അവന് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി അത് ക്യാൻസലായി. അതുകൊണ്ട് ഞങ്ങൾ കൊടൈക്കനാൽ പ്ലാൻ ഫോർവേഡ് ചെയ്തു. പക്ഷേ ഇതൊന്നും ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഒരു സർപ്രൈസ് പോലെയാണ്. പക്ഷെ അവരത് ഇന്നലെ ചെറുതായിട്ടൊന്ന് തൂക്കി. സോ ബൈ നൗ മോസ്റ്റ് പ്രോബബ്ലി അവർക്കറിയാം സുമൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്നാലും ഞാൻ അവരുടെ റിയാക്ഷൻ പറ്റുവാണെങ്കിൽ ഒന്ന് ക്യാപ്ചർ ചെയ്യാം. എല്ലാവരുടെയും മോസ്റ്റ് ഓഫ് ദമിൻ്റെ റിയാക്ഷൻ ഇതായിരിക്കും. ഞങ്ങൾക്കറിയായിരുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എവിടെ ഒരു 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് തൂക്കും, ബിക്കോസ് എങ്ങനെയെങ്കിലൊക്കെ അറിയും. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ ആർക്കും സംശയം തോന്നാത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് സക്സസ് ആണെന്നുള്ളത് രീതിയിൽ. പക്ഷേ ഇന്നലെ രാത്രി എന്നെ ഇങ്ങനെ 2-3 ക്രോസ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ പൊക്കി എന്നുള്ളത്. എന്തായാലും അവർ വന്നിട്ട് അവരുടെ റിയാക്ഷൻ ഞാൻ എന്തായാലും ഇടാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാനിനിയിപ്പോൾ അതോ മാഗി കഴിക്കാൻ പോണു. മാഗി കഴിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവർ എത്തേണ്ടതാണ്. അപ്പോൾ ശരി, വാ നമുക്ക് മാഗി കഴിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങൾ മാഗി വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നല്ല തണുപ്പാണ്. കുറച്ച് മുന്നേ നോക്കിയപ്പോഴത്തേക്കും എനിക്കൊന്നൊരു 2 hours മുന്നേ നോക്കിയപ്പോഴത്തേക്കും 17 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20 ഒക്കെ ആയി കാണും. ഇത്രയും നേരം നല്ല ഫോഗൊക്കെ ആയിരുന്നു. ലൈക്ക് ലിറ്ററലി ഒന്നും വിസിബിൾ അല്ലായിരുന്നു, അത്രയും ഫോഗായിരുന്നു. പക്ഷെ പെട്ടെന്ന് സ്കൈയൊക്കെ ക്ലിയറായി, വെയിലൊക്കെ ആയി, നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. തണുപ്പ് ഇച്ചിരി കുറഞ്ഞു, ലൈക്ക് ബിയറബിളാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ഇത്ര നേരം ഞാൻ സ്വെറ്ററും സോക്സും ഒക്കെ ഇട്ടിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഓക്കെയാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ഫൈനലി അവരെത്തി. അവരൊരു ട്രാവലറിലാണ് വന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഗേറ്റ് തുറക്കുന്നതാണ് നിങ്ങളിത് കാണുന്നത്. എല്ലാരും അതിനകത്ത് വരുന്ന പ്രതീക്ഷയല്ലേ? മറ്റേ മാസ് എൻട്രിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഹലോ, നല്ല ഇതായിക്കായിരുന്നു. അങ്ങനെ അവർ വന്നു. സുമൻ്റെ കാര്യം അവർ ശരിക്കും സർപ്രൈസായി. ഞാൻ വിചാരിച്ച പോലെ ഫ്ലോപ്പ് ഒന്നും ആയില്ല. അവർ പൊക്കിയിട്ടുണ്ടായിരുന്നില്ല, കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അത് ആക്ച്വലി നല്ല രീതിയിൽ പോയി. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് പോർട്രേറ്റിലായിപ്പോയി, ലൈക്ക് പോർട്രേറ്റ് മോഡിലായിപ്പോയി, ലാൻഡ്സ്കേപ്പിലെടുക്കാൻ വിട്ടുപോയി. സോ സോറി ഫോർ ദാറ്റ്. സോ ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ പോവാം. മണി 3:30 കഴിച്ചിട്ട് കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. സോ യാ, ലെറ്റ്സ് ഗോ. കേക്കോ ഇവിടെ വരുമെന്ന് ഉറപ്പാണോ? ഉറപ്പാ. എന്നാ കുറച്ചധികം പറയാനുണ്ട്. സ്ഥലമെത്തി.
അഭിനയിക്കുന്നു. ഞാനും എൻ്റെ ചെറിയ ജീവിതവും എന്ന സ്കിറ്റിൽ അത് എങ്ങനെ വേണമെങ്കിലും പറയാം. സുമൻ ദേവക ആദ്യത്തെ പാട്ട് നമുക്ക് കേൾക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ കരഘോഷം. ആദ്യമായിട്ട് സുമൻ പാടുന്ന പാട്ടാണ്. आशिक बनाया आशिक बनाया पुनः तेरे पे सुन सुने लगा तेरे पे प्यास प्यास लगा तेरे पे प्यास लगा देखा ओ ആ ശരി nobody is here to judge you. ഓക്കെ ഞാൻ ഒറിജിനൽ അല്ല പാട്ട് പാടും അല്ല നിങ്ങൾ ശരി ഞാൻ പാട്ട് പാടും മനസ്സിലായിട്ടില്ല കറക്റ്റ് പാട്ട് ഇവൻ പാടുവേ ശ്രീയാൻ പാടുവേ ഓക്കെ പാടാൻ പോവാണ് ഞാൻ പാട്ട് പാടുന്നത് ഇടുമെന്ന് നിങ്ങൾ വിചാരിച്ചത് നിങ്ങളുടെ തെറ്റ്. ഞാൻ ചത്താലും അത് ഇടൂല. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറിയത് ഫേമസ് മന്മനം റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങൾ താമസിച്ച സ്ഥലത്തു നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കൊടൈക്കനാൽ ലേക്കിൽ നിന്ന് ഒരു 300 മീറ്റർ ഉണ്ടാവുള്ളൂ. നാട്ടുകോഴിയിലെ ഒന്ന് ബ്രോയിലർ, ഒരു ക്യാൻസൽ നാട്ടുകോഴി, ഒരു നാട്ടുകോഴി, ഒരു ബ്രോയിലർ, അത്ര അവളതാ സിമ്പിൾ. അവര് മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പം 4:30 കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് മട്ടൻ ബിരിയാണി തീർന്നു പോയി. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ ബിരിയാണി ആയാലും ഞങ്ങൾ കൂടെ ഓർഡർ ചെയ്ത എല്ലാ സൈഡ് ഡിഷ് ആയാലും നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ കൊടൈക്കനാൽ പോവുകയാണെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുക്കേഴ്സ് വാക്കിലോട്ടാണ് പോയത്. എനിക്ക് തോന്നുന്നു കൊടൈക്കനാലിൽ പോകുന്ന എല്ലാ ആൾക്കാരും പോകുന്ന സ്ഥലം തന്നെയാണ് കുക്കേഴ്സ് വാക്ക്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പോയ ടൈം 5:30 ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സ്റ്റോൺ ഞാൻ നോട്ടീസ് ചെയ്തത്. ഇതിനകത്ത് കുക്കേഴ്സ് വാക്ക് 1872 എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് 150+ ഇയർ ഓൾഡുള്ള പാത്വേ ആണിത് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് കേട്ടോ റിയലൈസ് ആയേ. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ അങ്ങ് ഇറങ്ങിയപ്പോൾ തന്നെ സമയം ഒരു 6 കഴിഞ്ഞായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കൊടൈക്കനാൽ ലേക്കിലോട്ടാണ്. പക്ഷെ ഞങ്ങൾ ലേക്കിലോട്ട് എത്തിയപ്പോഴത്തേക്കും നല്ലോണം ഇരുട്ടി. ഒരു 6:45-7 മണിയൊക്കെ ആയി. അതുകൊണ്ട് ലേക്കിൻ്റെ ഒരു പ്രോപ്പർ ഭംഗി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ച് അവിടെ കുറച്ച് നേരം നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ഓർഡർ ചെയ്ത ആള് പറയൂ. തൊപ്പി കൊടുക്കാൻ അവന്റെ തണുക്കുള്ളതെന്ന് പറഞ്ഞാൽ തിരിച്ചു തന്നെയല്ലേ? ഒരു മിനിറ്റിലെ പൾസ് 60 സെക്കൻഡാണ്. ഒരു മിനിറ്റ് 60 സെക്കൻഡ്. എന്നിട്ട് ഞങ്ങൾ നേരെ സ്റ്റേയിലോട്ടാണ് വന്നത്. അപ്പോൾ തന്നെ നല്ല ലേറ്റായി, ബ്ലോക്കൊക്കെ കാരണം. സോ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ടെത്തി. സമയം ഇപ്പം 8 മണിയായി. നല്ലോണം ടയേർഡായി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഫ്രഷായിട്ട് ഡിന്നർ കഴിച്ചിട്ട് കിടക്കും. നാളെ ഇനി ഞങ്ങൾക്ക് പൂണ്ടി പോകാൻ പ്ലാനുണ്ട്.
അതൊരു 10-11 മണിയൊക്കെ ആകുമ്പം ഇറങ്ങാനാണ് പ്ലാൻ. യെസ്, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി നാളെ കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ. Hey guys, welcome to So Tales.